ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മൊഫ്യൂസിൽ പാളയം സ്റ്റാൻഡുകളിൽ സ്വകാര്യ ബസ്സുകളിൽ പരിശോധന. 65 ബസ്സുകൾക്ക് പിഴയിട്ടു. ബേപ്പൂരിൽ വികസനം നടക്കുന്നില്ലെന്നാരോപിച്ച് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഓഫീസിലേക്ക് NDA മാർച്ച്. വസന്തത്തിന്റെ വരവറിയിച്ച് ഹോളി. ഉത്തരേന്ത്യൻ സമൂഹങ്ങൾ ഹോളി ആഘോഷിച്ചു. ഉദ്ഘാടനം കഴിഞ്ഞിട്ടും കുറ്റ്യാടി ഡയാലിസിസ് സെന്റർ പഴയ കെട്ടിടത്തിൽ തന്നെ. സമസ്ത പൊതുപരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു. 99% വിജയം. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. സ്വകാര്യ ബസ്സുകൾക്കെതിരെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പരാതികൾ വ്യാപകമായതോടെ മോട്ടോർ വാഹന എൻഫോഴ്സ്മെന്റ് നേതൃത്വത്തിൽ ട്രാഫിക് പോലീസും എക്സൈസും സംയുക്തമായി പരിശോധനകൾ നടത്തി. മൊഫ്യൂസിൽ പാളയം സ്റ്റാൻഡുകളിൽ നടന്ന പരിശോധനയിൽ 65 ബസ്സുകൾക്ക് പിഴയിട്ടു. ദീർഘദൂര സർവീസ് നടത്തുന്ന ബസ്സുകളിൽ നടന്ന പരിശോധനയിൽ എയർഹോൺ ഘടിപ്പിച്ച 10 ബസ്സുകൾക്കെതിരെ നടപടിയെടുത്തു. ഇവ മോട്ടോർ വാഹന ഉദ്യോഗസ്ഥർ അഴിച്ചുമാറ്റി. നഗരപരിധി വിട്ടാൽ ഇത്തരം ബസ്സുകൾ എയർഹോൺ മുഴക്കുന്നത് ചെറുവാഹന യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുന്നതായും അപകട സാധ്യത കൂട്ടുന്നതായും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ലൈസൻസ് ഇല്ലാതെ ബസ് ഓടിച്ച 4 പേർക്കെതിരെയും ലൈസൻസ് ഇല്ലാതെ യാത്രക്കാരിൽ നിന്നും പണം ഈടാക്കിയ 12 കണ്ടക്ടർമാർക്കെതിരെയും നടപടിയെടുത്തു. പിൻഭാഗത്തും വലതുഭാഗത്തും സുരക്ഷാ വാതിലില്ലാത്ത 4 ബസ്സുകൾക്കെതിരെയും വാതിലിന് ഷട്ടർ ഇല്ലാത്ത 3 ബസ്സുകൾക്കെതിരെയും നടപടിയെടുത്തു. വേഗപ്പൂട്ട് സ്ഥാപിച്ചെങ്കിലും പ്രവർത്തിക്കാത്ത 5 ബസ്സുകൾക്കും നോട്ടീസ് നൽകി. ബസ്സിന് ചുറ്റും അപകട സാധ്യത ഉണ്ടാക്കും വിധം അലങ്കാര വിളക്കുകൾ സ്ഥാപിച്ച 12 ബസ്സുകൾക്കെതിരെയും ഇൻഷുറൻസ്, പുക പരിശോധന രേഖയില്ലാത്ത 3 ബസ്സുകൾക്കെതിരെയും നടപടിയെടുത്തു. മോട്ടോർ വാഹന വകുപ്പ് AMV ബിനു ജോസിന്റെ നേതൃത്വത്തിൽ ട്രാഫിക് SI ഷാജു തോമസ്, എക്സൈസ് ഇൻസ്പെക്ടർ പ്രഹ്ലാദൻ എന്നിവർ ഉൾപ്പെടെ 20 ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ബേപ്പൂരിൽ വികസനം നടക്കുന്നില്ലെന്നാരോപിച്ച മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഓഫീസിലേക്ക് NDA മാർച്ച് നടത്തി. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് വിശേഷിപ്പിച്ച കേരള സംസ്ഥാനത്തെ ഭീകരവാദികളുടെ നാടാക്കി മാറ്റിയ ഈ നെറികെട്ട ഭരണകൂടത്തിനെതിരെ സന്ധിയില്ലാത്ത പ്രഖ്യാപിച്ചുകൊണ്ട് BJP പ്രവർത്തകരിത മുഹമ്മദ് റിയാസിന്റെ ഓഫീസിലേക്ക് മാർച്ച് ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ഭാരതീയ ജനതാ പാർട്ടിയുടെ കർമ്മപരന്മാരിത മുഹമ്മദ് റിയാസിന്റെ ഓഫീസ് ലക്ഷ്യമാക്കിക്കൊണ്ട് ബേപ്പൂർ നിയോജക മണ്ഡലം MLA ആയ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഓഫീസിലേക്ക് ബേപ്പൂരിന്റെ വികസന മുരടിപ്പിനെതിരെ നടത്തിയ NDA മാർച്ച് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ മറ്റൊരു മേഖലയിലും ഇല്ലാത്ത രീതിയിൽ കോടിക്കണക്കിന് രൂപയുടെ കേന്ദ്ര ആനുകൂല്യങ്ങൾ കിട്ടിയിട്ടും കേന്ദ്ര ഗവൺമെന്റ് സഹായം കിട്ടിയിട്ടും അത് ഫലപ്രദമായി വിനിയോഗിക്കുന്ന കാര്യത്തിൽ കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പ് സമ്പൂർണമായി പരാജയമായിരുന്നു എന്നുള്ളത് പകൽ പോലെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ബേപ്പൂർ MLA എന്നുള്ള നിലക്ക് മാത്രമല്ല, കേരളത്തിൽ കഴിഞ്ഞ 5 കൊല്ലക്കാലമായിട്ട് ഈ മന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രവർത്തനങ്ങൾ വിശദമായിട്ട് വിലയിരുത്തപ്പെടേണ്ടതാണ്, ചർച്ച ചെയ്യേണ്ടതാണ്. കേരളത്തിലെ ഏതെങ്കിലും ഒരു റോഡിന്റെ പണി സമയബന്ധിതമായി പൂർത്തിയാക്കാൻ വേണ്ടി സാധിച്ചു എന്ന് അവകാശപ്പെടാൻ ഈ മന്ത്രിക്ക് സാധിക്കുമോ? ബേപ്പൂർ മണ്ഡലം പ്രസിഡന്റ് C സാബുലാൽ അധ്യക്ഷനായിരുന്നു. സിറ്റി ജില്ലാ സെക്രട്ടറി ശശിധരൻ നാരങ്ങയിൽ,
മുഖ്യപ്രസംഗം നടത്തി. രാമനാട്ടുകര മണ്ഡലം പ്രസിഡന്റ് രാജേഷ് പൊന്നാട്ടിൽ, മോർച്ച ജില്ലാ പ്രസിഡന്റുമാരായ വിജിത്ത് എം, വിന്ധ്യ സുനിൽ, BDJS പ്രസിഡന്റ് അയ്യപ്പൻ, P മോഹനൻ മാസ്റ്റർ, V പ്രേമാനന്ദൻ, ഷിംജീഷ് പാറപ്പുറം, സബീഷ് ലാൽ, നിഖിൽ രാജ് എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. വസന്തത്തിന്റെ വരവറിയിച്ച് ഹോളി. നിറങ്ങളിൽ നീരാടി വിവിധ ഉത്തരേന്ത്യൻ സമൂഹങ്ങൾ ഹോളി ആഘോഷിച്ചു. കോഴിക്കോട് വിവിധ കേന്ദ്രങ്ങളിൽ കുടുംബാംഗങ്ങൾ ഒത്തുകൂടി ആഘോഷം നടത്തി. നിറങ്ങളിൽ നിറഞ്ഞ് പ്രകൃതി ഒരുങ്ങുന്നതിന്റെ തുടക്കമാണ് ഹോളി. പ്രകൃതിയിൽ വസന്തം വരുമ്പോൾ നിറങ്ങളും മധുരവും സന്തോഷവും പങ്കിട്ട് ആഹ്ലാദത്തോടെ എതിരേൽക്കുകയാണ് ഹൈന്ദവ വിശ്വാസികൾ ഹോളി ആഘോഷത്തിലൂടെ. ഉത്തരേന്ത്യക്കാരാണ് പ്രധാനമായും ഹോളി ആഘോഷങ്ങൾ നടത്തുന്നത്. കേരളത്തിലും ഉത്തരേന്ത്യൻ സമൂഹങ്ങൾ വിപുലമായി ഹോളി ആഘോഷിക്കുന്നു. തിന്മയുടെ മേൽ നന്മ നേടുന്ന ആത്യന്തിക വിജയമായും ഹോളി ആഘോഷിക്കപ്പെടുന്നു. കോഴിക്കോട് വിവിധ സംഘടനകളും സമുദായങ്ങളും ഹോളി ആഘോഷിച്ചു. നിറങ്ങൾ വാരിവിതറി നൃത്തം ചെയ്തും മധുരം പങ്കിട്ടും അവർ സന്തോഷം കൈമാറി. സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും കുടുംബത്തിലെയും സമുദായത്തിലെയും മുതിർന്ന അംഗങ്ങളും ആശംസകളും ആഘോഷങ്ങളുമായി ഒത്തുകൂടി. സ്വന്തം നാടിൻ്റെ പൈതൃകവും സംസ്കാരവും കൈവിടാതെ സ്നേഹവും സാഹോദര്യവും ഊട്ടിയുറപ്പിക്കുകയാണ് ഹോളി ആഘോഷത്തിലൂടെ. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. പാരമ്പരിക് സിൽക്ക്, കോട്ടൺ ആൻഡ് ജ്വല്ലറി മേള. പരമ്പരാഗത ഉത്തരേന്ത്യൻ വസ്ത്രങ്ങളുടെയും ആഭരണങ്ങളുടെയും മനോഹര ശേഖരം ഇപ്പോൾ കോഴിക്കോട് CSI ഹാളിൽ. രാജസ്ഥാൻ ഹാൻഡ്മെയ്ഡ് വസ്ത്രങ്ങൾ, ജയ്പൂർ ബെഡ്ഷീറ്റുകൾ, മിർജാപൂർ കോട്ടൺ ആൻഡ് വുളൻ ഉൽപ്പന്നങ്ങൾ, ഇറാൻ കാർപ്പറ്റുകൾ, ബഗൽപൂർ ആൻഡ് ചന്തേരി സാരികൾ, UP ഖാദി ഉൽപ്പന്നങ്ങൾ, ജയ്പൂർ ഷർട്ടുകൾ, ചുരിദാർ മെറ്റീരിയലുകൾ. രാജസ്ഥാൻ ആഭരണങ്ങൾ 50 രൂപ മുതൽ ആരംഭിക്കുന്നു. ഇഷ്ടം പോലെ തിരഞ്ഞെടുക്കാൻ വൈവിധ്യമാർന്ന നിറങ്ങളും ഡിസൈനുകളും. രാവിലെ 10 മുതൽ രാത്രി 9 വരെ. പ്രവേശനം സൗജന്യം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി പ്രത്യേക സമ്മാനങ്ങൾ കണ്ടെത്താനുള്ള മികച്ച അവസരം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. നിരവധി വൃക്കരോഗികൾക്ക് തണലായ കുറ്റ്യാടി ഡയാലിസിസ് സെന്റർ ഇപ്പോഴും പഴയ കെട്ടിടത്തിൽ തന്നെ. ഉദ്ഘാടനം കഴിഞ്ഞിട്ടും പുതിയ ഡയാലിസിസ് സെന്റർ ഇതുവരെ തുറന്നു പ്രവർത്തിച്ചിട്ടില്ല. കുറ്റ്യാടിയിലെയും പരിസര പ്രദേശങ്ങളിലെയും നിരവധി വൃക്കരോഗികൾക്ക് തണലായ സ്നേഹസ്പർശം ഡയാലിസിസ് സെന്റർ ഇപ്പോഴും പഴയ കെട്ടിടത്തിൽ തുടരുകയാണ്. മാസങ്ങൾക്ക് മുമ്പ് KP കുഞ്ഞമ്മദ് കുട്ടി MLA പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടത്തിയെങ്കിലും ഇതുവരെ രോഗികളെ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റിയിട്ടില്ല. പഴയ കെട്ടിടം സുരക്ഷിതമല്ലെന്നും കൂടുതൽ രോഗികളെ കൈകാര്യം ചെയ്യാൻ ആവശ്യമായ സൗകര്യങ്ങൾ അവിടെയില്ലെന്നും രോഗികളും നാട്ടുകാരും നിരന്തരം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. രോഗികൾ ഉള്ളപ്പോൾ തന്നെ പഴയ കെട്ടിടത്തിൽ ഓടുവീണ് ബുദ്ധിമുട്ടുണ്ടാക്കിയ അപകട സാഹചര്യം വരെ ഇവിടെയുണ്ടായിട്ടുണ്ട്. പാറക്കൽ അബ്ദുള്ള MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 99 ലക്ഷം രൂപ പാസ്സാക്കിയാണ് പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. എന്നാൽ 6 മാസം കൊണ്ട് തീർക്കാവുന്ന പണി 5 വർഷമായിട്ടും ഇതുവരെ പൂർത്തീകരിച്ചിട്ടില്ല. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന്റെ തൊട്ടുമുമ്പാണ് പുതിയ ഡയാലിസിസ് സെന്ററിന്റെ ഉദ്ഘാടനം നടന്നത്. പുതിയ കെട്ടിടം പൂർണ്ണമായി സജ്ജമാക്കാതെ ഉദ്ഘാടനം നടത്തുകയും RO പ്ലാന്റ് പോലുള്ള അടിസ്ഥാന സൗകര്യങ്ങളും പോലും ഉറപ്പാക്കാതിരിക്കുകയും ചെയ്തത് ഗുരുതരമായ വീഴ്ചയാണ് കാണിക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. പ്രധാനപ്പെട്ട വർക്കുകളൊക്കെ പൂർത്തീകരിച്ച് കഴിഞ്ഞ 4 മാസം മുമ്പ് ഇതിന്റെ ഉദ്ഘാടനവും കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്നും ഡയാലിസിസ് നടക്കുന്നത് പഴയ ആ ജീർണിച്ച ബിൽഡിങ്ങിൽ തന്നെയാണ്.
യാതൊരു സൗകര്യമില്ലാതെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടാണ് ഈ പ്രദേശത്തെ ഡയാലിസിസ് രോഗികൾ അവിടെ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരവസ്ഥയിൽ ആ പുതിയ ബിൽഡിംഗിൽ എത്രയോ ലക്ഷങ്ങൾ ചെലവഴിച്ചുണ്ടാക്കിയ ആ ബിൽഡിംഗിലേക്ക് മാറാൻ ഇതുവരെ ഇവർക്ക് സാധിച്ചിട്ടില്ല എന്നത് ഏറ്റവും ഖേദകരമായ ഒരു വസ്തുതയാണ്. മതിയായ സൗകര്യങ്ങളില്ലാതെ പഴയ കെട്ടിടത്തിൽ രോഗികൾ അസൗകര്യത്താൽ വീർപ്പുമുട്ടുകയാണ്. രോഗികളെ ബുദ്ധിമുട്ടിക്കാതെ ഉടൻ തന്നെ പണി പൂർത്തീകരിച്ച് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ട്രാക്ക്, കുറ്റ്യാടി. ഉത്സവകാല ആഘോഷങ്ങളോടനുബന്ധിച്ച് മലബാർ മിൽമ ക്ഷീര കർഷകർക്ക് 4 കോടി നൽകും. നിശ്ചിത ഗുണനിലവാരമുള്ള പാലിന് ലിറ്ററിന് 2 രൂപ അധിക പാൽവിലയായി നൽകാനാണ് മിൽമ ഭരണസമിതി തീരുമാനിച്ചത്. ഉത്സവകാല ആഘോഷങ്ങളോടനുബന്ധിച്ച് മലബാർ മിൽമ ക്ഷീര കർഷകർക്ക് അധിക പാൽവിലയായി 4 കോടി രൂപ നൽകും. ആനന്ദ് മാതൃക ക്ഷീര സംഘങ്ങൾ വഴി 2026 ഫെബ്രുവരി മാസത്തിൽ മലബാർ മേഖല യൂണിയന് നൽകിയ നിശ്ചിത ഗുണനിലവാരമുള്ള പാലിന് ലിറ്ററിന് 2 രൂപ അധിക പാൽവിലയായി നൽകാനാണ് മിൽമ ഭരണസമിതി യോഗം തീരുമാനിച്ചത്. ഫെബ്രുവരി മാസത്തിൽ സംഭരിച്ച പാലളവ് കണക്കാക്കുമ്പോൾ ഈ തുക 4 കോടിയോളം വരും. അധിക പാൽവില ക്ഷീരസംഘങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാർച്ച് അവസാനം നൽകും. സംഘങ്ങൾ ക്ഷീര കർഷകർക്ക് കൈമാറും. ഈ സാമ്പത്തിക വർഷം ഇതുവരെ അധിക പാൽവിലയായും കാലിത്തീറ്റ സബ്സിഡിയായും 49 കോടി രൂപ മലബാർ മിൽമ ക്ഷീര കർഷകർക്ക് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ പ്രഖ്യാപിച്ച അധിക പാൽവിലയായ 4 കോടി രൂപ കൂടി ചേർന്ന് 53 കോടി രൂപയോളം ഈ സാമ്പത്തിക വർഷത്തിൽ ക്ഷീര കർഷകരിലേക്ക് എത്തിച്ചേരുമെന്ന് മിൽമ ചെയർമാൻ KS മണി, മാനേജിംഗ് ഡയറക്ടർ KC ജെയിംസ് എന്നിവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സമസ്ത പൊതുപരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു. 99% വിജയം നേടിയതായി സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ പരീക്ഷാ ബോർഡ് അറിയിച്ചു. 9379 പേർ ടോപ്പ് പ്ലസിന് അർഹരായി. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് അത് രൂപീകരിക്കപ്പെട്ടത് 1951 സെപ്റ്റംബർ 17 വാഴക്കുളം പുതുപ്പറമ്പിൽ വെച്ചാണ്. ഇപ്പോൾ കണക്ക് കൂട്ടിയാറിയ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് അതിൻ്റെ പ്രവർത്തനം 75 വർഷം 51 മുതൽക്ക് 2026 വരെ 75 വർഷം പിന്നിട്ടിരിക്കുകയാണ്. 5, 7, 10, +2 ക്ലാസുകളിലാണ് സമസ്തയുടെ പൊതുപരീക്ഷ. ഇന്ത്യയിലും വിദേശങ്ങളിലുമായി രജിസ്റ്റർ ചെയ്ത 2,77,650 വിദ്യാർത്ഥികളിൽ 2,73,571 പേർ പരീക്ഷയിൽ പങ്കെടുത്തു. ഇതിൽ 2,69,930 പേർ വിജയിച്ചു. 99% വിജയം. ആകെ വിജയിച്ചവരിൽ 9,379 പേർ ടോപ്പ് പ്ലസും 54,272 പേർ ഡിസ്റ്റിങ്ഷനും 94,747 പേർ ഫസ്റ്റ് ക്ലാസും 41,889 പേർ സെക്കൻഡ് ക്ലാസും 69,618 പേർ തേർഡ് ക്ലാസും കരസ്ഥമാക്കി. പരീക്ഷാഫലം www.samasta.info എന്ന വെബ്സൈറ്റിൽ ലഭ്യമാകും. ഒരു വിഷയത്തിൽ മാത്രം പരാജയപ്പെട്ടവർക്ക് അതാത് ഡിവിഷൻ കേന്ദ്രങ്ങളിൽ ഏപ്രിൽ 5 ഞായറാഴ്ച നടക്കുന്ന സേ പരീക്ഷയിൽ പങ്കെടുക്കാമെന്നും സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ എക്സാമിനേഷൻ ബോർഡ് അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ MT അബ്ദുള്ള മുസ്ലിയാർ, ജനറൽ മാനേജർ K മോയിൻകുട്ടി മാസ്റ്റർ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. പാരമ്പരിക് സിൽക്ക്, കോട്ടൺ ആൻഡ് ജ്വല്ലറി മേള. പരമ്പരാഗത ഉത്തരേന്ത്യൻ വസ്ത്രങ്ങളുടെയും ആഭരണങ്ങളുടെയും മനോഹര ശേഖരം ഇപ്പോൾ കോഴിക്കോട് CSI ഹാളിൽ.
രാജസ്ഥാൻ ഹാൻഡ്മെയ്ഡ് വസ്ത്രങ്ങൾ, ജയ്പൂർ ബെഡ്ഷീറ്റുകൾ, മിർജാപൂർ കോട്ടൺ ആൻഡ് വുളൻ ഉൽപ്പന്നങ്ങൾ, ഇറാൻ കാർപ്പറ്റുകൾ, ബഗൽപൂർ ആൻഡ് ചന്തേരി സാരികൾ, UP ഖാദി ഉൽപ്പന്നങ്ങൾ, ജയ്പൂർ ഷർട്ടുകൾ, ചുരിദാർ മെറ്റീരിയലുകൾ. രാജസ്ഥാൻ ആഭരണങ്ങൾ 50 രൂപ മുതൽ ആരംഭിക്കുന്നു. ഇഷ്ടം പോലെ തിരഞ്ഞെടുക്കാൻ വൈവിധ്യമാർന്ന നിറങ്ങളും ഡിസൈനുകളും. രാവിലെ 10 മുതൽ രാത്രി 9 വരെ. പ്രവേശനം സൗജന്യം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി പ്രത്യേക സമ്മാനങ്ങൾ കണ്ടെത്താനുള്ള മികച്ച അവസരം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. മെഡിക്കൽ കോളേജിൽ സഹായി വാദിസലാം നൽകുന്ന സാന്ത്വന പ്രവർത്തികൾ റമദാൻ മാസത്തിലും തുടരുകയാണ്. ഭക്ഷണ വിതരണത്തിന്റെ ഉദ്ഘാടനം PT റഹീം MLA നിർവഹിച്ചു. അതും ഒരുപാട് മനുഷ്യന്മാരെ നോമ്പ് പ്രവർത്തിക്കാൻ ഭക്ഷിപ്പിക്കാൻ പോകും. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് 3 പതിറ്റാണ്ടായി പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനയാണ് സഹായി വാദിസലാം. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ആദ്യത്തെ സന്നദ്ധ സംഘടനയുമാണ് ഇത്. SYS കോഴിക്കോട് ജില്ലാ കമ്മിറ്റിക്ക് കീഴിലുള്ള സാന്ത്വന പ്രവർത്തനങ്ങളാണ് സഹായി വാദിസലാം നടത്തുന്നത്. റംസാൻ മാസത്തിൽ ഇഫ്താറും അത്താഴവും, നോമ്പില്ലാത്ത ആളുകൾക്ക് രാത്രി ഭക്ഷണവും സൗജന്യമായി സഹായി വാദിസലാം നൽകി വരുന്നു. ദിവസേന 2000ഓളം ആളുകൾക്കാണ് ഇഫ്താർ നൽകുന്നത്. ഭക്ഷണ വിതരണത്തിന്റെ ഉദ്ഘാടനം PT റഹീം MLA നിർവഹിച്ചു. ഈ മെഡിക്കൽ കോളേജിലെ ചികിത്സക്കെത്തുന്ന ആളുകൾക്ക് എല്ലാ അവസരത്തിലും സഹായമായി നിൽക്കുന്ന ഒരു സംവിധാനമാണ് സഹായി. അതിൽ ഈ ഇഫ്താർ കാര്യത്തിൽ എല്ലാ വർഷവും ഞാൻ പങ്കെടുക്കാറുണ്ട്. കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. അപ്പോൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ, ഇതിലേക്ക് വേണ്ടി സംഭാവന നൽകിയ ആളുകളൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ഈ സംവിധാനത്തെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ. സഹായി ജനറൽ സെക്രട്ടറി K അബ്ദുൽ നാസർ ചെറുവാടി അധ്യക്ഷനായിരുന്നു. SYS ജില്ലാ പ്രസിഡന്റ് അലവി സഖാഫി കായലം, ജനറൽ സെക്രട്ടറി PV അഹമ്മദ് കബീർ എന്നിവരും സന്നിഹിതരായി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ശ്രീ പൂളച്ചോട്ടിൽ കരിയാത്തൻകാവിലെ തിറ താലപ്പൊലി മഹോത്സവം 2 ദിവസങ്ങളിലായി നടന്നു. വിശേഷാൽ പൂജകളും വെള്ളാട്ടുകളും തിറയാട്ടങ്ങളും ഉത്സവത്തിന്റെ ഭാഗമായി. ശ്രീ പൂളച്ചോട്ടിൽ കരിയാത്തൻകാവിലെ ഉത്സവം 2 ദിവസങ്ങളിലായി വിപുലമായ പരിപാടികളോടെ നടന്നു. ഉത്സവത്തിന്റെ ആദ്യ ദിനം ദേവത ഉണർത്തലും സന്ധ്യാവേലയുമായിരുന്നു പ്രധാന ചടങ്ങുകൾ. 2ാം ദിവസം ഗണപതി ഹോമം, കലശം, പ്രസാദ ഊട്ട് എന്നിവയും വൈകിട്ട് ഗുരുദേവൻ, കാളഭൈരവൻ, കരിയാത്തൻ, നാഗകാളി, ഭദ്രകാളി, കുട്ടിച്ചാത്തൻ വെള്ളാട്ടുകളും നടന്നു. രാത്രിയിലെ തായമ്പകയ്ക്കു ശേഷം താലപ്പൊലിയും തുടർന്ന് തിറയാട്ടങ്ങളും ഉണ്ടായിരുന്നു. പ്രദേശത്തെയും സമീപ പ്രദേശങ്ങളിലെയും നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കള്ളിത്തൊടി ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിൽ പൊങ്കാല മഹോത്സവം നടന്നു. ശ്രീ ബാലസുബ്രഹ്മണ്യൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. കള്ളിത്തൊടി ശ്രീ അയ്യപ്പ ക്ഷേത്ര സംരക്ഷണ സമിതി ക്ഷേത്രപൂജാരി ബാലസുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ പൊങ്കാല മഹോത്സവം സംഘടിപ്പിച്ചു. 100 കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു. ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി മുരളീധരൻ കൊളത്തോടൻ, പ്രസിഡന്റ് വാരഞ്ചേരി പീതാംബരൻ, ട്രഷറർ ഒലിഞ്ചേരി അരവിന്ദാക്ഷൻ, രത്നാകരൻ കുഴിപ്പള്ളി, ശിവദാസൻ നായർ KP, മാതൃസമിതി അംഗങ്ങളായ അനിത, സ്വപ്ന, നിർമ്മല, ബിന്ദു തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. പൊങ്കാലയ്ക്ക് ശേഷം എല്ലാ ഭക്തജനങ്ങൾക്കും അന്നദാനവും ഒരുക്കി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്
ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മൊഫ്യൂസിൽ പാളയം സ്റ്റാൻഡുകളിൽ സ്വകാര്യ ബസ്സുകളിൽ പരിശോധന. 65 ബസ്സുകൾക്ക് പിഴയിട്ടു. ബേപ്പൂരിൽ വികസനം നടക്കുന്നില്ലെന്നാരോപിച്ച് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഓഫീസിലേക്ക് NDA മാർച്ച്. വസന്തത്തിന്റെ വരവറിയിച്ച് ഹോളി. ഉത്തരേന്ത്യൻ സമൂഹങ്ങൾ ഹോളി ആഘോഷിച്ചു. ഉദ്ഘാടനം കഴിഞ്ഞിട്ടും കുറ്റ്യാടി ഡയാലിസിസ് സെന്റർ പഴയ കെട്ടിടത്തിൽ തന്നെ. സമസ്ത പൊതുപരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു. 99% വിജയം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.